വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്ഷയ അർഷിത. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചലഞ്ച് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു 100 ഡേയ്സിൽ നീണ്ടു നിൽക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത്. 100 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായി ആലോചിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായി പറയുന്നതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. വേറൊന്നുമല്ല, എന്റെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അത് തേച്ചിട്ട് നമ്മുടെ മുടി വളരുന്നുണ്ടോ, അല്ലെങ്കിൽ മുടി കൊഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അവിടെ ചെയ്യുന്നത്. വേറെ വേറെ ഒരു എണ്ണയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ആദിവാസി ഹെയർ ഓയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കുറെ നാളായിട്ട് ഈ എണ്ണ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മയാണ് വാങ്ങിക്കുന്നത്. അമ്മ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. അപ്പൊ അമ്മയ്ക്ക് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് എന്താ പറയാ, പതിവില്ലാത്തതുപോലെ ഭയങ്കര ചൊറിച്ചിലും നരയും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ പിന്നെ എന്താ പറയാ, അമ്മ പിന്നെ തേക്കാറില്ലായിരുന്നു ഈ എണ്ണ. പിന്നെ ഞാൻ വിചാരിച്ചു, കുറേ നാളായിട്ട് ഈ എണ്ണ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുക തന്നെയാണ്. അപ്പോ ഈ ഒരു എണ്ണ വെച്ചിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് കാച്ചിയാണ് തേച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനത്തെ ആ ഒരു എണ്ണ തേക്കൊക്കെ ഞാൻ ഇല്ലായിരുന്നു. പൊതുവേ ഞാൻ ഒന്നെങ്കിൽ മുടിയിൽ മാത്രമായിട്ട് ഇങ്ങനെ എണ്ണ തേക്കും, എന്താണ് പച്ച വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എണ്ണ വെച്ചിട്ട് നമ്മുടെ എക്സ്പെരിമെന്റ് നമുക്ക് തുടങ്ങാം. ഇന്നാണ് അതിന്റെ ഫസ്റ്റ് ഡേ കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആഴ്ചയില് 3 ദിവസം ഇടവിട്ട് തലയിൽ ഇത് തേക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഇടവിട്ട്. അപ്പൊ എന്തായാലും ആഴ്ചയിലെന്നല്ല, 3 ദിവസം ഇടവിട്ട് നമുക്ക് തേക്കാം. അപ്പൊ ഈ എണ്ണ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. മുടി വളരുന്നുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ആദ്യം തന്നെ ഞാന് മുടി അയച്ചിട്ടേ ഇപ്പൊ ഉള്ള എന്റെ മുടിയുടെ ലെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് കോതി എടുക്കട്ടെ കേട്ടോ. നല്ല പല്ല അകലമുള്ള ചീപ്പിട്ടിട്ടാണ് ഞാൻ കോരാൻ പോണത്. ഇന്നത്തെ ദിവസം ഞാൻ തലമുടി കോതിയിട്ടില്ല. എന്താ പറയാ, ഇന്ന് പോകണ്ടായിരുന്നു. അപ്പൊ പിന്നെ രാവിലെ മുടി കോതാനോ ഒന്നിനും അങ്ങനെ നിന്നില്ല. എന്നാലും ഞാനേ മുടിയൊക്കെ ഒന്ന് കോതി ഉടക്കിറക്കിട്ട് വരാം. അപ്പൊ ഇതാ മുടിയൊക്കെ ഉടക്കൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് ചീപ്പി ഉടക്കെല്ലാം കളഞ്ഞിട്ടാണ് വെക്കുന്നത്. ഇപ്പോഴത്തെ, അതായത് നമ്മൾ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് ഈ ഒരു സമയത്തുള്ള എൻ്റെ മുടിയുടെ ഗ്രോത്ത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കണേ. ഇത്രയാണേ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇത്രയാണേ ഉള്ളത്. ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടേ. അപ്പൊ ഇപ്പൊ എന്റെ മുടി ഇത്രയാണുള്ളത്. അപ്പൊ 100 ദിവസം കഴിയുമ്പോൾ എന്റെ തലമുടി എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നോക്കാം. വളരും എന്നാണ് എന്റെ ഒരു ഊഹാപോഹം. ഇപ്പൊ നോക്ക്, ചെറുതായിട്ടൊന്ന് എടുത്തപ്പോഴേ ഇത്രയും മുടിയാണ് വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതൊക്കെ എന്തെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ഉടക്കിറച്ച സമയത്ത് വന്നിട്ടുള്ള മുടിയാണ്. ഇതാണേ ഉടക്കിറച്ച സമയത്ത് വന്നിട്ടുള്ളത്. നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരി മുടി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇത്ര കുഴപ്പമില്ലായിരുന്നു. കാരണം മറ്റേ എണ്ണ തേച്ചുകൊണ്ടിരുന്ന സമയത്ത് മുടിയൊക്കെ വളരുന്നുണ്ടായിരുന്നു, നല്ല വളരുന്നുണ്ടായിരുന്നു. പിന്നെ സമയം കിട്ടാറില്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് മുടി എണ്ണ തേക്കാം. വരുന്നില്ലല്ലോ. നല്ല പച്ച കളർ കേട്ടോ. എണ്ണയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ കാണിച്ചു തന്നാലേ എണ്ണ പറയുന്നത്. നല്ല മണമുണ്ട്. നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നഖം വെച്ചിട്ട് മുടിയില് എന്താ പറയാ, ഇങ്ങനെ ചൊറിയൊക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് മുടി കൊഴിയുമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നഖം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ വിരളിന്റെ ഈ ഒരു വശമില്ലേ, ഈ ഒരു വശം കൊണ്ട് മാത്രമേ നമ്മൾ മുടിയിൽ
എന്താ എണ്ണയൊക്കെ തേക്കാവളം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ലപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലാണ് എല്ലാവരും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ്. സ്കാൽപ്പാണോ എന്നൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എണ്ണ ഇതിന് എടുക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. പിന്നെ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് പനിയൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. എങ്കിലും നമുക്ക് കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എണ്ണയും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചലഞ്ച് കുറച്ച് ലേറ്റ് ആവും അവസാനിപ്പിക്കാൻ. ഒരു 3 ദിവസം ഇടവിട്ട് നമുക്ക് 100 ഡേയ്സ് മുഴുവിപ്പിക്കണം. വെറുതെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. മുടി ഇങ്ങനെ വെറുതെ വന്നോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഒരു 100 ദിവസം കഴിയുമ്പോൾ മുടി നന്നായിട്ട് വളരും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എന്തായാലും തേച്ച് നോക്കാം. തേച്ച് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുമോ ഓരോ എണ്ണയുടെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് സംഭവിച്ചതാണെങ്കിൽ എനിക്ക് സംഭവിക്കണം എന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഹോർമോണാണ്. അപ്പം വ്യത്യാസം കാണും. കുഴപ്പമില്ലാതെയൊക്കെ കിട്ടും എന്ന് തോന്നുന്നു. എനിക്ക് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ മുഴുപ്പിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ടേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ, എനിക്ക് മുടി ഇങ്ങനെ പറന്ന് കിടക്കണം. എപ്പോഴും ഇങ്ങനെ പറന്ന് കിടക്കണം. ചെറുതിലെ അമ്മ പറയാറുണ്ടായിരുന്നു, മുടിയിൽ എണ്ണ വെച്ചില്ലെങ്കിൽ മുടി വളരത്തില്ല, അതുകൊണ്ട് എണ്ണയൊക്കെ തേക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ചുമ്മാ പറത്തിയിട്ടോണ്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു പണ്ട്. ഇപ്പോഴും പറയും. എണ്ണ തേക്കുന്ന സമയത്ത് പോലും മുടി നല്ല രീതിക്ക് പൊഴിയുന്നുണ്ട്. നമുക്ക് മാത്രമല്ല ഈ ഒരു എണ്ണ നമുക്ക് തേച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. കാരണം നല്ല മണമാണ്. നല്ല മണമുണ്ട് കേട്ടോ ഈ എണ്ണയ്ക്ക്. തേച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുളിക്കാം. തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും കുളിക്കാം. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പുതിയ മൈക്കാണ് കേട്ടോ. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. നോക്കണേ, നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടേ. അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മൈക്ക് വാങ്ങിക്കണം, ഈ മൈക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങാം എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ചാനൽ തുടങ്ങാം, പിന്നീട് കുറച്ചങ്ങോട്ട് പോയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എന്നൊക്കെ കണ്ടിട്ട് മൈക്കൊക്കെ വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചത്. ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. എന്താ 334 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. കൊള്ളാം എന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു നമുക്കറിയാം. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിക്ക് എണ്ണയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. നിങ്ങൾ തന്നെ കണ്ടു. ഇത്രയാണ് ഇപ്പോൾ ഉള്ള മുടി. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന്, വളരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വേണം പറഞ്ഞു തരാൻ. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒത്തിരി 2-3 മാസമായി കാണും. എന്നിട്ട് ഇതുവരെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു 54 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നമ്മുടെ എണ്ണയെ കുറിച്ച് പറയാം. ആദിവാസി ഹെയർ ഗ്രോത്ത് ഓയിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. ആദിവാസി ഹെയർ ഗ്രോത്ത് ഓയിൽ. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നോ സൈഡ് എഫക്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ നോക്കുക. പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുന്നതാണല്ലോ. ഓൾറെഡി ഈ എണ്ണയാണ് തേക്കുന്നതെങ്കിൽ ആ തേക്കുന്നവർ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണം കേട്ടോ. എങ്ങനെയാണ് എണ്ണ തേച്ചിട്ട് മാറ്റം വല്ലതും ഉണ്ടോ എന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ എണ്ണ തേച്ചിട്ട് മുടി കൊഴിയുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വല്ല നരയോ ചൊറിച്ചിലോ വല്ലതും ഉണ്ടെങ്കിൽ മെയിനായിട്ടും പറയണം കേട്ടോ. ഈ എണ്ണ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയും. ഈ എണ്ണ തേക്കുന്നവരാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ പറയുക എങ്ങനെയുണ്ടെന്ന്. ആദിവാസി ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഇത്. അപ്പോൾ നമുക്കിനി കുളിച്ചിട്ട് വന്ന് കാണാം. കുളിക്കാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നുള്ളൂ. കാരണം അത്രയും എണ്ണ നമ്മൾ തലയിൽ പിടിക്കത്തുള്ളൂ. ശരി, കുറച്ച് തുണികളും കഴുകാറുണ്ട്. അപ്പൊ ഞാൻ തുണി കഴുകിയിട്ടിട്ട് കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ.